നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാറ്റം എങ്ങനെയാണ് വിവിധ നക്ഷത്രക്കാരെ ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. വേറൊന്നുമല്ല, 2025 ജൂലൈ 28 നടക്കുന്ന ചൊവ്വയുടെ രാശി മാറ്റമാണ് നമ്മളിപ്പം നോക്കുന്നത്. കഴിഞ്ഞ ഏതാനും കാലമായിട്ട് ചിങ്ങൻ രാശിയിൽ കേതുവിനോട് യോഗം ചെയ്താണ് ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കേതുവും ചൊവ്വയും തമ്മിലുള്ള ഈ യോഗം ഒരുപാട് നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതായത് ശനി കൊണ്ടും വ്യാഴം കൊണ്ടും ഗുണഫലമുള്ളവർക്ക് പോലും ഈ ചൊവ്വയും കേതുവും തമ്മിലുള്ള യോഗം പല ഭാവങ്ങളിൽ വരുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. രണ്ടും പാപഗ്രഹങ്ങളാണ്, രണ്ടും ക്രൂര ഗ്രഹങ്ങളാണ്. ഇപ്പോൾ കേതു ഗ്രഹമല്ല, നിഴലാണെങ്കിൽ പോലും, നിഴൽ ഗ്രഹമാണെങ്കിലും അതിനും വലിയൊരു ഒരു ശക്തിയുണ്ട്, ഒരു സ്വാധീന ശക്തി മനുഷ്യരിലും പ്രകൃതിയിലുമൊക്കെ ഉണ്ട്. ചൊവ്വയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം എന്നുള്ള നിലയ്ക്ക് അസ്ട്രോണമിക്കലായിട്ട് നോക്കിയാലും അസ്ട്രോളജിക്കലായിട്ട് നോക്കിയാലും രണ്ട് രീതിയിലും, ജ്യോതിഷപരമായിട്ടും ജ്യോതിശാസ്ത്രപരമായിട്ടും രണ്ട് രീതിയിലും ഭൂമിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയാണ് ഏറ്റവും പാപഗ്രഹം എന്നുള്ളതാണ് സങ്കല്പം. ക്രൂരഗ്രഹങ്ങളിലെ ഒന്നാമനാണ് ചൊവ്വ. പല ഭാവങ്ങളിൽ നിന്നാൽ നമ്മുടെ ജീവിതം തന്നെ വല്ലാതെയാക്കി കളയുന്ന ഒരു എഫക്റ്റ് ചൊവ്വയ്ക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ ആ ഗ്രഹമല്ല യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്. ചൊവ്വയിലുള്ള മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ ചൊവ്വയിലുള്ള എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള മൂലകങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ സ്വാധീനം വരുത്തുന്നതാണ്. ഈ ഭൂമിയുമായിട്ടുള്ള അകലം ഗ്രഹങ്ങൾക്ക് വ്യത്യാസപ്പെടുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലെ ഈ പ്രവർത്തനങ്ങളും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കേതുവും ചൊവ്വയും തമ്മിലുള്ള യോഗം വിടുന്നതോടുകൂടി കുറേ മാറ്റങ്ങൾ പല നക്ഷത്രക്കാർക്കും ഉണ്ടാകും. അപ്പം അതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് നോക്കാനുള്ളത്. സാധാരണ ചൊവ്വ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് 45 ദിവസമാണ്, 1.5 മാസമാണ്. ഇപ്പം കന്നിരാശിയിലേക്ക് കടന്നിട്ട് ചൊവ്വ അവിടെ ഏകദേശം 50 ദിവസത്തോളം സഞ്ചരിക്കും. ബുധൻ്റെ ക്ഷേത്രമാണ് ഈ കന്നിരാശി. ചൊവ്വയുടെ ശത്രുവാണ് ബുധൻ. അതുകൊണ്ട് ശത്രുക്ഷേത്രത്തിൽ കൂടിയാണ് ചൊവ്വയുടെ സഞ്ചാരം. ഈ നമ്മുടെ ജീവിതത്തിൽ ധൈര്യം, വീര്യം, ആത്മവിശ്വാസം, പിന്നെ ഒരു കാര്യം മുന്നിട്ടിറങ്ങി ചെയ്യാനുള്ള ആർജവമൊക്കെ തരുന്ന ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ എലമെൻ്റാണ് ആഗ്നേയ ഗ്രഹമാണ് ചൊവ്വ. അഗ്നിയുടെ സ്ഫുലിംഗമുള്ള അല്ലെങ്കിൽ അഗ്നിയുടെ സ്വഭാവമുള്ള ഒരു ഗ്രഹമാണ്. ചൂടിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നതും നമുക്ക് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്നതും എല്ലാം ചൊവ്വയുടെ സ്വാധീനശേഷി കൊണ്ടാണ്. ഇപ്പോൾ ജാതകത്തിൽ ചൊവ്വ വളരെ ബലവാനാണെങ്കിൽ ധൈര്യപൂർവ്വം ഏത് കാര്യവും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും. ബലം കുറവാണെങ്കിൽ നമുക്ക് പല കാര്യത്തിലും ഭയം ഉണ്ടാകും. അപ്പോൾ ആത്മവീര്യവും ആത്മശക്തിയും ഈഗോയും ഒക്കെ തരുന്ന ഗ്രഹമാണ് ചൊവ്വ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പം പാപഗ്രഹം തന്നെയാണ്. പല കാര്യങ്ങളിലും ദോഷം ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശത്രു രാശിയിലൂടെ കടന്നു പോകുമ്പം നമ്മൾ വിചാരിക്കും പാപത്വത്തിന് കുറവുണ്ടാകും എന്നാണ്. പക്ഷേ ജ്യോതിഷം അങ്ങനെയല്ല പറയുന്നത്. പാപഗ്രഹം ദുർബലത്വം ഉണ്ടാക്കുന്ന രാശിയിലൂടെ കടന്നു പോകുമ്പം പാപത്വം കൂടും, അല്ലെങ്കിൽ അതിൻ്റെ നശീകരണ ശക്തി അല്ലെങ്കിൽ നെഗറ്റീവ് ഫോഴ്സ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുവായ ബുധൻ്റെ രാശിയിൽ കൂടെ കടന്നു പോകുമ്പം ക്രൂരത വർദ്ധിക്കുകയാണ് ചൊവ്വയ്ക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. മാത്രമല്ല ഈ സമയത്ത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഒന്നും ഉണ്ടാകുന്നുമില്ല. പക്ഷേ പാപഗ്രഹമായ ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാതെയും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചൊവ്വയ്ക്ക് ക്രൂരത വർദ്ധിക്കും എന്ന് പറയാനുള്ള ഒരു കാരണം. പിന്നെ നമ്മൾ ഗ്രഹചാരഫലം നോക്കുമ്പം നമ്മുടെ ജന്മക്കൂറിൻ്റെ 3, 6, 11 ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പം ചൊവ്വ ഗുണഫലദായകനാണ്. പൊതുവെ അങ്ങനെയാണ്. അതായത് ഈ പാപഗ്രഹങ്ങൾക്ക് ഉപജയ സ്ഥാനങ്ങൾ 3, 6, 11 സ്ഥാനങ്ങളിലാണ് അവരുടെ ഫലദാനശേഷി കൂടുതലുള്ളത്. കാരണം അവർ അനുഗ്രഹം നൽകുന്നത് ആ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ്. മറ്റ് രാശികളിൽ ദോഷഫലമാണ് കൂടുതലായിട്ടും നൽകാറുള്ളത്. പക്ഷേ ഈ കേതുവുമായിട്ട്
ഒന്നിച്ച് നിന്നതിനേക്കാൾ ഭേദമാണ് ചൊവ്വ കന്നിരാശിയിലേക്ക് മാറിക്കഴിയുമ്പോൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ആയിട്ട് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ അശ്വതി മുതൽ ആയില്യം വരെയുള്ള വിവിധ നക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കുന്നത്. അപ്പം അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കന്നി എന്ന് പറയുമ്പോൾ അതിൻ്റെ 6-ാമത്തെ ഭാവമായിട്ടാണ് വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഉപജയസ്ഥാനമാണ് 6-ാം ഭാവം. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ചൊവ്വയുടെ ഈ ട്രാൻസിറ്റ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. വളരെ ഗുണകരമാണ്. നമ്മുടെ അഭിമാനത്തോടു കൂടി പല പ്രവർത്തനങ്ങളും നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും. നല്ല ആത്മവിശ്വാസത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നതാണ്. പിന്നെ ഏതൊരു കാര്യം ചെയ്താലും അതിൽ നല്ല സാമർഥ്യം കാണിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്തൊക്കെ നമ്മൾ ബഹുമാനിക്കപ്പെടുകയും മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അഭിനന്ദനം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ശരിക്കും ഈ ചൊവ്വയുടെ ആ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നല്ല പിന്തുണ ലഭിക്കുകയും ചെയ്യും. ധാരാളം സപ്പോർട്ട് സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ശത്രുദോഷം നന്നായിട്ട് കുറയാനും സാധ്യതയുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു നേതൃപദവി, ഓഫീസിലാണെങ്കിലും യൂണിയനിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിലും സാമൂഹ്യ സംഘടനകളിലൊക്കെ ആണെങ്കിലും നേതൃപദവി നമ്മളെ തേടി എത്തുന്ന കാലമാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ഏറ്റവും വലിയ നേതാവിന് തുല്യമായൊരു പദവി നമുക്കും കിട്ടും. നമ്മുടെ അഭിപ്രായങ്ങൾ വിലമതിക്കപ്പെടും. പിന്നെ വ്യാപാരികളെ സംബന്ധിച്ച് ബിസിനസ്സിൽ നല്ല വളർച്ച ഉണ്ടാകും. ധനം ബ്ലോക്കൊക്കെ മാറിയിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാലഘട്ടമാണ്. മറ്റൊന്ന്, ഭൂമിയുടെ കാരകനാണല്ലോ ചൊവ്വ. ഭൂമിപുത്രനാണ് ചൊവ്വ. അതുകൊണ്ടാണ് കുജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസ്തു വ്യാപാരങ്ങളിൽ നമ്മുടെ കുടുംബസ്വത്തായിട്ട് കിട്ടിയ വസ്തു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടിരുന്ന വസ്തു അത് വിൽപ്പന നടത്തുന്നതിലൂടെ നല്ല പൈസ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. മത്സരങ്ങളിൽ വിജയിക്കാം. കരാറുകളിൽ നേട്ടമുണ്ടാക്കാം. കോൺട്രാക്ടർമാർക്കൊക്കെ പ്രത്യേകിച്ച് സാങ്കേതികവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ ചെയ്യുന്നവർ, രാസവസ്തുക്കളുടെ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ ചെയ്യുന്നവർ, അതുപോലെ ഈ രാസവസ്തു നിർമ്മാണം, ഇരുമ്പ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഫാക്ടറിയൊക്കെ നടത്തുന്ന ആളുകൾ, ലെയ്ത്ത് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇലക്ട്രിക്കൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഗുണകരമായ കുറേ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പിന്നീടും അതിൻ്റെ ഫലം കിട്ടുന്ന ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. പിന്നെ ഈ തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ പിന്തുണയും കിട്ടുന്ന ഒരു സമയമാണ് ചൊവ്വ 6-ൽ സഞ്ചരിക്കുന്ന കാലം. അതുകൊണ്ട് ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ഈ മാറ്റം വളരെ അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത്. 28-ാം തീയതിയാണ് ചൊവ്വ രാശി മാറുന്നത്. അതിന് ശേഷം ഏകദേശം ഒരു 6-7 ദിവസത്തിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ആ ഫലങ്ങൾ നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനൊരു കാരണം കൂടെയുണ്ട്. ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണഫലം സിദ്ധിക്കുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ശനി ഇപ്പോൾ 12-ലാണല്ലോ സഞ്ചരിക്കുന്നത്. മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. പക്ഷേ ആ 12-ലെ ശനിയുടെ ദോഷം ഈ വക്രം വന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറയും. മാറുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആ രാശിയിൽ തന്നെ വക്രഗതി വന്നതുകൊണ്ട് പുറകോട്ട് ശനി സഞ്ചരിക്കുന്ന രീതി അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ശനിയുടെ ദോഷഫലങ്ങൾ കുറയും. അപ്പോൾ ചൊവ്വയുടെ ഗുണഫലം കൂടുകയും ശനിയുടെ ദോഷഫലം കുറയുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറേ മെച്ചം ഉണ്ടാകും. പിന്നെ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്ന സമയമാണ്. പക്ഷേ അവർക്കൊരു ദോഷഫലം വരുന്നത് പറഞ്ഞാൽ വ്യാഴം അവരുടെ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 3-ൽ സഞ്ചരിക്കുമ്പോൾ ദൈവാധീനം കുറയും, പൂർണ്ണമായിട്ടും കിട്ടുകയില്ല. നമുക്ക് ദൈവാധീനം കുറയും, സഹോദരങ്ങൾക്ക് ഗുണകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. പൂർണ്ണമായിട്ടല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാകും. ഒരു തരത്തിലത് സന്തോഷകരമായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വിവിധ ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. രാഹു 11-ലാണല്ലോ വരുന്നത്.
അപ്പോൾ രാഹു അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ 11-ൽ വരുന്നതിൻ്റെ ഒരു ഗുണം, രാഹു കുറച്ച് ധനലാഭമൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ചൊവ്വയുടെ ഈ സ്ഥാനമാറ്റത്തോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൂടെ നോക്കുമ്പോൾ അനുകൂലമായിട്ടാണ് അവർക്ക് ഈ മാറ്റം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ദേവിക്കൊരു പട്ട് സമർപ്പിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലുമൊക്കെ പുഷ്പാഞ്ജലി, അർച്ചന, പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നമ്മൾ അർച്ചന എന്നും പറയും, അത് സമർപ്പിക്കുക. കുടുംബദേവതയുടെ കാര്യം വിട്ടുപോകരുത്. കുടുംബദേവതയ്ക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വഴിപാടുകൾ ചെയ്യേണ്ടത്. ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ കുടുംബദേവതയ്ക്ക് ഒരു കാണിക്കയെങ്കിലും സമർപ്പിക്കുന്നത് ആ ദോഷഫലങ്ങൾ കുറയാനായിട്ട് നന്നായിട്ട് സഹായിക്കും. കുടുംബദേവത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നിരീക്ഷിച്ച് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദേവത നിലകൊള്ളുന്നത്, ആരാണെങ്കിലും. അപ്പോൾ അതുകൂടെ ചെയ്യുക. ചൊവ്വയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ദേവതകൾ, നമ്മൾ ആരാധിക്കുന്ന ദേവതകൾ എന്ന് പറയുന്നത് ഭദ്രകാളി അമ്മയും സുബ്രഹ്മണ്യ സ്വാമിയുമാണ്. അപ്പോൾ ഈ 2 പേർക്കും വഴിപാടുകൾ കൊടുക്കാനായിട്ട് മറക്കണ്ട. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മഹാദേവന് വഴിപാട് നൽകണം. പൊതുവേ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. ആരോഗ്യവും ധൈര്യവും എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക്. അടുത്തത് കാർത്തികയുടെ അവസാന 3/4 ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയും ഉൾക്കൊള്ളുന്ന ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ കാർത്തികയുടെ ആദ്യ പാദം വരുന്നവർക്ക് മേടക്കൂറിൽ വരുന്നതുകൊണ്ട് അത് ഗുണഫലമാണ്, ചൊവ്വ 6-ലാണ്. അതേസമയം ഇടവക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ മാറാൻ പോകുന്നത്. 4-ാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്, 5-ലേക്ക് മാറാൻ പോകുന്നു. അപ്പം നിലവിലെ സ്ഥിതി മാറുന്നുവെങ്കിലും മറ്റ് ചില ദോഷങ്ങളും ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. 4-ാം ഭാവം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സ്ഥാനമാണ്, വാഹനത്തെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ്. പിന്നെ അതുകൊണ്ടൊക്കെ ആ ഭാവങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ഈ ചൊവ്വ 4-ൽ സഞ്ചരിക്കുമ്പോൾ പലവിധ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. കേതുവും അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ വാഹനം സംബന്ധിച്ചും വീട് സംബന്ധിച്ചുമൊക്കെയുള്ള വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ കേസുകൾ, പൂർവിക സ്വത്ത് സംബന്ധിച്ച കേസുകൾ, ഇതൊക്കെ ഉണ്ടാകാനിടയുള്ള ഒരു കാലമായിരുന്നു. അപ്പോൾ കേതുവുമായിട്ട് വേർപെട്ട് അടുത്ത രാശിയിലേക്ക് ചൊവ്വ കടക്കുന്നതോടുകൂടി അത്തരം മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. ഒന്ന്, ഈ കേസ് സെറ്റിലാവും, മ്യൂച്വലായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞ് ധാരണയിലെത്തിക്കൊണ്ട് അത് സെറ്റിലാകും. അതല്ല എന്നുണ്ടെങ്കിൽ വിജയം നമുക്ക് അനുകൂലമായിട്ട് വരാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വലിയ ഡാമേജ് ഇല്ലാതെ, വലിയ ദോഷങ്ങളില്ലാതെ ആ കേസ് സെറ്റിലാകാനും സാധ്യതയുണ്ട്. പിന്നെ എന്നാൽ വലിയ ഒരു മാറ്റമൊന്നും 5-ാം ഭാവത്തിലേക്ക് മാറുന്ന ചൊവ്വയെ കൊണ്ട് പ്രതീക്ഷിക്കാനില്ല ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പാലിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യത്തിൽ മക്കൾ അനുസരണക്കേട് കാണിക്കുക, പഠനത്തിൽ അലസത കാണിക്കുക, എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു വഴി മാറിപ്പോകുന്ന, നമ്മുടെ പ്രതീക്ഷയിൽ നിന്നും അല്പം വഴി മാറിപ്പോകുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക, ഇതൊക്കെ ഈ 5-ലേക്ക് ചൊവ്വ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. ഈ ശകലം ധിക്കാരം മക്കളുടെ ഭാഗത്തുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. യഥാർത്ഥത്തിൽ വളരെ താൽക്കാലികമായൊരു കാര്യമാണ്. അതുകൊണ്ട് മക്കളോട് പിണങ്ങുകയോ അവരെ കണ്ടമാനം ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. താൽക്കാലികമായൊരു ഷിഫ്റ്റാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. പിന്നെ അവർ വഴക്കുണ്ടാക്കാനുള്ളൊരു രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം. എപ്പോഴും ഒരു തർക്കുത്തരം പറയുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ അവർക്ക് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, ഈ ഗ്രഹമാറ്റങ്ങൾ അങ്ങനെയൊരു ഫലം ഉണ്ടാക്കുന്നതാണ്. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാകാം. മാതാപിതാക്കൾക്കാണെങ്കിൽ ഒരല്പം മനോബലം കുറയുന്ന, ധൈര്യം കുറയുന്ന ഒരവസ്ഥയും നേരിട്ടേക്കാം. കാരണം ഈ ബുദ്ധിയെയും നമ്മുടെ ആലോചനാശേഷിയൊക്കെ സംബന്ധിക്കുന്ന ഭാവമാണ് 5-ാം ഭാവം. അപ്പോൾ ഈ പാപഗ്രഹം അങ്ങോട്ട് ചെല്ലുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ടും ശനിയുടെ ദൃഷ്ടിയുള്ളതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ പണമിടപാടുകളിൽ വളരെ ജാഗ്രത പുലർത്തണം, വളരെ ശ്രദ്ധ പുലർത്തണം. എഗ്രിമെൻറ്റുകളൊക്കെ വെച്ച് മാത്രമേ പണം കൈമാറാവുള്ളൂ. അതുപോലെ തന്നെ നല്ല തെളിവ് വേണം. ആർക്കാണെങ്കിലും, ബന്ധുക്കൾക്കാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിൽ പോലും പണം കൈമാറുമ്പോൾ ഒരു തെളിവ് കയ്യിൽ വെച്ചിരിക്കണം. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശത്രുവിൻ്റെ ഉപദ്രവം ഉണ്ടാകാനിടയുള്ളൊരു കാലമാണ് 5-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലം. 5-ാം ഭാവം ശത്രുവിൻ്റെ ഭാവമല്ല,
6 ശത്രുവിൻ്റെ ഭാവമെങ്കിലും 6 ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ശത്രുവിനെ പരാജയപ്പെടുത്തും നമ്മൾ. 5 ചൊവ്വ സഞ്ചരിക്കുമ്പോൾ പല ശത്രുക്കളും അവസരം നോക്കി നമ്മുടെ അടുത്തേക്ക് വരും. അതുപോലെ തന്നെ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചെടുക്കാനോ ഒക്കെ സാധ്യതയുള്ളൊരു കാലവുമാണ് 5 ചൊവ്വ സഞ്ചരിക്കുന്ന കാലം. അതുകൊണ്ട് തന്നെ ഈ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർ, ആ സമയത്ത് ജനിച്ച ആ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. അപ്പോൾ അതിന് മറ്റൊരു കാരണമെന്ന് പറയുന്നത് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് മീനത്തിലാണ്. ശനിക്ക് ചൊവ്വയിലേക്ക് ദൃഷ്ടിയുണ്ട്, അത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ശനി വക്രത്തിൽ ആയതുകൊണ്ട് ഇടവക്കൂറിന് ശനിയുടെ ഗുണഫലങ്ങൾ കിട്ടുന്നില്ല. ശരിക്കും ശനി മീനത്തിൽ നേർഗതിയിലായിരുന്നെങ്കിൽ, ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്ന പോലെ ആയിരുന്നെങ്കിൽ എന്ത് കിട്ടിയേനെ? 11 ശനി നിൽക്കുന്ന ഗുണഫലങ്ങൾ അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ വക്രത്തിലായതുകൊണ്ട് അതിൽ നിന്ന് അല്പം നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതും ശനിയുടെ ദൃഷ്ടിയുള്ള ചൊവ്വ 5 വരുന്നതുമാണ് ദോഷങ്ങൾക്ക് കാരണം. പക്ഷേ ഇവർക്ക് പൂർണ്ണമായും നെഗറ്റിവിറ്റി വരുന്നില്ല. കാരണം വ്യാഴം 2 സഞ്ചരിക്കുന്നുണ്ട്. ഇടവക്കൂറിൻ്റെ 2ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഗുണം? ധനഭാവത്തിൽ വലിയ പ്രശ്നങ്ങൾ, ദാരിദ്ര്യമൊന്നും വരാതെ എവിടുന്നെങ്കിലും കുറച്ച് ധനം കിട്ടുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാകും. അതിനൊന്നും ചൊവ്വ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതൊരു രസമാണ്, അതുപോലെ തന്നെ രസകരമായ കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വലിയ ധനനഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത്. അപ്പോൾ അതൊരു ഗുണകരമാണ്. അപ്പം ഏതായാലും ദേവിക്ക് വഴിപാട് ചെയ്യണം. ദേവിക്ക് കിടാവിളക്കിൽ എണ്ണ ഒഴിക്കുക, പട്ട് സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ വർദ്ധിക്കുന്നതിനായിട്ട് വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. ഒരു നെയ്വിളക്കെങ്കിലും തെളിച്ചാൽ മതി, അത് ഗുണഫലമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. അതുപോലെ ശനിദേവ പ്രീതിക്കായിട്ട് ശാസ്താവിന് അർച്ചനകൾ ചെയ്യുക. അതല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനി ഭഗവാന് എള്ളുതിരി തെളിയിക്കുക. അപ്പോൾ ഇതിലേത് ചെയ്താൽ, ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള വഴിപാടുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ട ആളുകൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും. അടുത്തത് മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, അതായത് 3ാമത്തെയും 4ാമത്തെയും പാദങ്ങളിൽ ജനിച്ച ആളുകൾ, തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ, 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 3ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ചൊവ്വ 4ാം ഭാവത്തിലേക്കാണ് മാറിയത്. 3ാം ഭാവം ചൊവ്വയ്ക്ക് അനുകൂലമായ ഭാവമാണ്. പക്ഷേ ഒരല്പം പ്രതികൂലതയുള്ളത് കേതുവും ചൊവ്വയും കൂടെ ഒന്നിച്ചാണ് അവിടെ നിന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാവഗ്രഹങ്ങൾക്ക് 3ാം ഭാവം അനുകൂലമായതുകൊണ്ട് മിഥുനക്കൂറിന് വലിയ പ്രശ്നമില്ല, ചൊവ്വയെ കൊണ്ടുള്ള അനുഭവത്തിന് വലിയ പ്രശ്നമില്ലാതെ പോവുകയായിരുന്നു. പക്ഷേ ഈ 4ാം ഭാവത്തിലേക്ക് ചൊവ്വ ചെല്ലുമ്പോഴത്തേക്കും കുടുംബ ബന്ധങ്ങളിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും. പരസ്പര ധാരണയൊക്കെ മാറിയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കി തുടങ്ങും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രക്കാർ, മകയിരത്തിൻ്റെ 2ാം പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷോഭം അല്ലെങ്കിൽ എടുത്തിയാട്ടം അല്ലെങ്കിൽ വളരെ ക്ഷോഭിച്ച് സംസാരിക്കുന്ന ഒരു രീതി, അതൊക്കെ ഉണ്ടാകും. അതൊക്കെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. മറ്റൊന്ന്, വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 2 വീലർ ഉപയോഗിക്കുന്നവർ അപകട സാധ്യതയുള്ള സ്ഥലത്തുനിന്ന് മാറ്റി ഓടിക്കുക. കുറച്ച് സ്വസ്ഥമായ വഴികളിൽ കൂടെ ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ തിരക്കുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുമായിട്ടുള്ള അനൈക്യമാണ്. സുഹൃത്തുക്കൾ, പരിചയക്കാർ തുടങ്ങിയ ആളുകളുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ വാക്ക് തർക്കമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട്, ഗ്രഹസ്ഥിതി കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വം ഒന്നൊഴിഞ്ഞു നിൽക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റു കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ സ്വൈരക്കേട് അല്ലെങ്കിൽ ആ ഒരു അസ്വസ്ഥത വളർത്താതെ അതൊന്ന് പാസിഫൈ ചെയ്യാനായിട്ട്, അതിൻ്റെ തീവ്രതയൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഒരു ഏകാന്തതാബോധം ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ദേഷ്യവും നിരാശയും ഒക്കെ ഉണ്ടാകും. എല്ലാവരും എനിക്കെതിരാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചു ഒരുതരം ഡിപ്രഷൻ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് ഒക്കെ ഈ ഗ്രഹമാറ്റത്തിൻ്റെ സമയത്തുണ്ടാകുന്ന വളരെ താൽക്കാലികമായ അവസ്ഥയാണ്. ഇതിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒട്ടും വ്യാകുലപ്പെടേണ്ട കാര്യം ഇല്ല.
ഈ ഗ്രഹമാറ്റം 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും ചൊവ്വ മാറും. ആ സമയത്ത് ഈ അനുഭവങ്ങളൊക്കെ വീണ്ടും ഷഫിൾ ചെയ്യപ്പെടും. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മാറി മറ്റൊരനുഭവത്തിലേക്ക് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധനങ്ങൾ കൊടുക്കുന്നത് വാങ്ങുന്നത്, പണം കൊടുക്കുന്നത് വാങ്ങുന്നത്, ഇതിലൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു കാര്യത്തിനും രേഖകൾ സൂക്ഷിക്കണം. കരാറ് ജോലി ഏറ്റെടുക്കുന്നവരും അല്ലെങ്കിൽ മറ്റ് ജോലിക്കാർക്ക് കരാറ് കൊടുക്കുന്ന ഈ നക്ഷത്രക്കാരും കൃത്യമായിട്ട് എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്ത് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തർക്കത്തിൻ്റെ രസം എന്താണെന്നറിയോ? ഈ തർക്കം ഒന്നുമല്ലാത്തൊരു കാര്യത്തെ ചൊല്ലിയായിരിക്കും. നമ്മളുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നായിരിക്കും ഈ തർക്കം ഉടലെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരല്പം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഒരു പ്രയോജനവും ഇല്ലാത്ത ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി നമ്മൾ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക. അത്തരം സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞ് നിൽക്കുക. ബിസിനസ്സിൽ നമുക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കില്ല. നിലവിലുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഈ വിഷാദവും ഭയവും എല്ലാം ഒഴിവാക്കി ജീവിച്ചാൽ നല്ലൊരു അളവ് വരെ പോസിറ്റിവിറ്റി നിലനിർത്താനായിട്ട് സാധിക്കും. മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം 10ലാണല്ലോ ശനി നിൽക്കുന്നത്. അപ്പോൾ ഈ 10ലെ ശനി, കർമ്മഭാവത്തിലെ ശനി അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ ആ ശനി വക്രത്തിലായതുകൊണ്ട്, അത് പുറകോട്ട് നീങ്ങുന്ന ഒരവസ്ഥ ഉള്ളതുകൊണ്ട് ആ പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. അതായത് 9 എന്ന് പറയുന്നത് ഭാഗ്യഭാവമാണ്. ശനിക്ക് 9ാം ഭാവം പൂർണ്ണമായിട്ടും ഗുണകരമല്ലെങ്കിലും ഭാഗികമായിട്ട് ഗുണകരമാണ്. അപ്പോൾ 9ാം ഭാവത്തിലേക്ക് ശനി വരുന്നില്ല എങ്കിൽ പോലും പുറകോട്ട് നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുന്നത് കൊണ്ട് നമുക്ക് കുറേ ഗുണഫലങ്ങളും ശനിയെക്കൊണ്ട് കിട്ടും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ദോഷകരമല്ല ചൊവ്വയെക്കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം അവർക്കുള്ളത് ജന്മവ്യാഴമാണ്. മിഥുനക്കൂറുകാർക്ക് ഈ ജന്മവ്യാഴം കൊണ്ടുള്ള ദോഷം ഉണ്ടാകും. ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. വ്യാഴപ്രീതിക്കായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. മഹാവിഷ്ണുവിന് താമരമുട്ട് സമർപ്പിക്കുക, താമര ഇതൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഇതൊക്കെ മനസ്സിലെ വിഷമം മാറാനും നമ്മുടെ ഉള്ളിലൊരു ചൂടുണ്ടാകും. ഈ ഒരു പ്രയാസം കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മഹാവിഷ്ണുവിന് വഴിപാട് ചെയ്യുക. ആ പ്രസാദം വാങ്ങുകയും ചെയ്യണം. നമ്മൾ വാങ്ങിക്കണം. അതുപോലെ പാൽപ്പായസം സമർപ്പിക്കുന്നതും നല്ലതാണ്. ഗുണഫലങ്ങൾ ധാരാളം ഉണ്ടാകും. ജോലിയിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം, ശനി കർമ്മഭാവത്തിലൂടെ വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്. അടുത്തത് പുണർതത്തിൻ്റെ 4ാം പാദവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കടക കൂറുകാരുടെ ഫലമാണ്. പുണർതത്തിൻ്റെ 4ാം പാദം, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് 2ൽ നിന്ന് 3ലേക്കാണ് ചൊവ്വ മാറുന്നത്. അപ്പോൾ ചൊവ്വയുടെ മാറ്റം എന്ന് പറയുന്നത് അവർക്ക് വളരെ അനുകൂലമാണ്. കാരണം 3ാം ഭാവം എന്ന് പറയുന്നത് ഉപജയഭാവമാണ്. അതുകൊണ്ട് 3ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ അവർക്ക് ധൈര്യവും ആത്മശക്തിയുമൊക്കെ വർദ്ധിക്കും. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം അവരുടെ ഉള്ളിൽ തന്നെ ഉടലെടുക്കും. തൊഴിൽ രംഗത്ത് നല്ല പ്രശസ്തമായ രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ അഭിനന്ദിക്കത്തക്ക രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മത്സരങ്ങളിലും ഇൻ്റർവ്യൂകളിലും ടെസ്റ്റുകളിലുമൊക്കെ വിജയിക്കാനുള്ള യോഗമുണ്ട്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു നേതാവിൻ്റെ സ്ഥാനം, ഒരു നേതാവിനെ പോലെ മറ്റുള്ളവരെ നയിക്കാനുള്ളൊരു കഴിവ് സിദ്ധിക്കുന്നതാണ്. അപ്പോൾ ധൈര്യത്തോടെ മേലധികാരിയോടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനോടാണെങ്കിലും, മന്ത്രിമാരോടാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ പറയാനും, നമ്മുടെ ആശയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും, അതിൽ നിന്ന് നമുക്ക് ആവശ്യപ്പെട്ട നേട്ടങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് സാധിക്കും. മറ്റൊന്ന്, ബാങ്ക് ഇടപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഒരു മേൽക്കൈ പുലർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. വീട് നിർമ്മാണത്തിനാവശ്യമായ ഭൂമി വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീട് നിർമ്മിക്കാനുള്ള ധനം സ്വരൂപിക്കാനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ സാമാന്യം ഗുണകരമായ അവസ്ഥയാണ്. ദൂരദിക്കിൽ കഴിയുന്നവർക്ക് സ്ഥലം മാറ്റം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ പലതും ഉണ്ടാകും. എങ്കിൽ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നല്ല മനസാന്നിധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ 3-ാം ഭാവത്തിലെ ചൊവ്വ നല്ല ധൈര്യവും വീര്യവും എല്ലാം നൽകുന്നതാണ്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാകും. കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരും സഹായിക്കും, സഹോദരങ്ങൾ സഹായിക്കും, സുഹൃത്തുക്കൾ സഹായിക്കും. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ പ്രതിസന്ധികളിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം കിട്ടാനായിട്ട് സാധ്യതയില്ല. അപ്പം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 9-ലാണല്ലോ ശനി സഞ്ചരിക്കുന്നത്. കർക്കിടക കൂറിൽപ്പെടുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ 9-ലാണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് സാമാന്യ ഗുണകരമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. പക്ഷേ 9-ൽ നിന്നും പുറകോട്ട് ശനി സഞ്ചരിക്കുമ്പോൾ 9-ാം ഭാവത്തിൽ തന്നെ വക്രത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ആ 8-ൻ്റെ ഒരു ഫലം കൂടെ കയറി വരും. അഷ്ടമശനിയുടെ ഒരു നേരിയ ഛായ അവിടെ കയറി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് മനപ്രയാസങ്ങളോ അല്പം ശാസനകളോ ഒക്കെ കിട്ടാം. പിന്നെ 12-ലാണ് വ്യാഴം എന്നുള്ളതും ദൈവാധീനം കുറയ്ക്കുന്ന ഒരു ഘടകമാണ്. 12-ാം വ്യാഴം എന്ന് പറഞ്ഞാൽ ഭാഗ്യഹീനതയാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത്. അപ്പോൾ ധനപരമായിട്ട് ചില നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ധനം ഉദ്ദേശിക്കുന്ന സമയത്ത് കയ്യിലേക്ക് വരാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ 8-ൽ നിൽക്കുന്ന രാഹുവും ഒട്ടും തന്നെ ഗുണകരമല്ല. ഈ 8-ാം ഭാവം എന്ന് പറയുന്നത് പല പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന ഒരു ഭാവമാണ്. എന്ന് പറഞ്ഞാൽ അത് ഒട്ടും പോസിറ്റീവായൊരു ഭാവമല്ല 8-ാം ഭാവം. അവിടെയാണ് പാപഗ്രഹമായ രാഹു നിൽക്കുന്നത്. അപ്പോൾ അത് കർക്കിടകക്കൂറിൽപ്പെടുന്നവർക്ക് ഗുണകരമല്ല. ധനഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് അവർക്ക് അത്ര ഗുണകരമല്ല. അപ്പോൾ മറ്റ് ചൊവ്വയെ കൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില നെഗറ്റിവിറ്റികളും ഇവർക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദേവീപ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. അതുപോലെ തന്നെ വ്യാഴപ്രീതിക്കായിട്ടുള്ള വഴിപാട് ചെയ്യണം. 12-ലെ വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാന് വഴിപാട് ചെയ്യണം. നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് ഒരു നെയ്ത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഒരു പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ ഈ രാഹുവിൻ്റെ ദോഷം മാറാൻ വേണ്ടിയിട്ട് സർപ്പദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ആയില്യപൂജയോ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുന്നതും ഈ സമയത്ത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ധനം വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ കേതുവിനും കൂടി അർച്ചന നടത്തുന്നത് നല്ലതായിരിക്കും. കേതു പ്രീതിയും നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഗണപതി ഭഗവാനും ഒരു നേദ്യം, അപ്പമോ അടയോ എന്തെങ്കിലും ഒരു നേദ്യം കൂടെ സമർപ്പിക്കുക. ജോലിക്കൊക്കെ പോകുന്നവർ കറുകമാലയോ മറ്റോ സമർപ്പിച്ച് നെയ്വിളക്കം തെളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ തടസ്സം മാറിയിട്ട് ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകാൻ അത് ഇടയാക്കും. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ചൊവ്വ അനുകൂലമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ജീവിതം സുഗമമാക്കി എടുക്കാം. ഒരു നക്ഷത്രക്കാർക്കും അത്ര ഗുണകരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പം കടന്നു പോകുന്നത്. കാരണം ചില ഗ്രഹങ്ങൾ ഗുണമായിട്ട് വരുമ്പോൾ മറ്റ് ചിലത് ദോഷമായിട്ട് വരുന്നു. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഈ 4 കൂറിൽപ്പെടുന്ന 9 നക്ഷത്രക്കാരുടെ, അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ചാനലിന് നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ വീട് വാങ്ങിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.